സ്കൂളുകളിലെയും കോളേജുകളിലെയും റാഗിംഗ് ക്രൂരതകളെക്കുറിച്ച് കേൾക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ വല്ലാത്തൊരു ഭയമാണ്. എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോകും. മനസ്സാക്ഷിയില്ലാത്തൊരു തലമുറയാണോ സൃഷ്ടിക്കപ്പെടുന്നത്? കൗമാരപ്രായത്തിൽ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്നവരിൽ ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളുമുണ്ട്. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് നേരെ നായ്ക്കുരണപ്പൊടി വിതറിയത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന സംഘമാണ്. സംഭവത്തിൽ പോലീസ് 8 പേർക്കെതിരെ കേസെടുത്തു. 6 സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കിയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഫെബ്രുവരി 3-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികളായ പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന 6-അംഗ സംഘം നായ്ക്കുരണപ്പൊടി വിതറിയത്. കേസിൽ ആരോപണ വിധേയരായ 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് കേസ്. സംഭവം അറിഞ്ഞിട്ടും പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാതെ മനഃപൂർവ്വം അവഗണിച്ചെന്നും ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് അധ്യാപകർക്കെതിരായ പരാതി. പ്രധാന അധ്യാപിക ജിഷ, ക്ലാസ് ടീച്ചർ ശ്രീകാന്ത് എന്നിവർക്കെതിരെയാണ് കേസ്. BNS 118(1), 3, 5 വകുപ്പുകളനുസരിച്ച് ബോധപൂർവമുള്ള ഉപദ്രവിക്കൽ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. നായ്ക്കുരണപ്പൊടി ആക്രമണത്തിനിരയായ പെൺകുട്ടി അണുബാധ മൂലം ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളെ വരെ ഇത് ബാധിച്ചു. മൂത്രമൊഴിക്കാൻ പോലും ആകാത്ത വിധം കടുത്ത ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി. അധ്യാപകരുടെ നിലപാടും സ്കൂളിലെ പ്രശ്നങ്ങളും കുട്ടിയെ മാനസികമായി ബാധിച്ചു. കൌൺസിലിംഗ് നടത്തി കുട്ടിയെ സാധാരണ നിലയിൽ എത്തിക്കേണ്ട ശ്രമം തുടരുകയാണ്. ക്ലാസ് മുറിയിലെ ഡെസ്ക് ഉപയോഗിച്ച് ഈ സഹപാഠികൾ മുതുകിൽ ഇടിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വെള്ളിയാഴ്ച സ്കൂളിലും കുട്ടിയുടെ വീട്ടിലും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. News 18 കൊച്ചി.